വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഈ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം സംബന്ധിച്ചുള്ള ഗ്രാഹി അല്ലെങ്കിൽ അറിവ് എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വെളിപാട് പുസ്തകത്തെ 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങൾ, ഏകദേശം 4 അധ്യായങ്ങൾ സഭകൾക്കുള്ള ആലോചനയാണ്. 7 സഭകൾക്കുള്ള ആലോചന. അതായത് ഏഷ്യ മൈനറിലെ, ഏഷ്യൻ ഭൂപ്രദേശങ്ങളിലെ 7 സഭകൾ, ആ 7 സഭകളുടെ ബിഷപ്പായിരുന്ന യോഹന്നാൻ. ആ യോഹന്നാൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പത്മോസിലേക്ക് നാടുകടത്തപ്പെടുകയാണ്. അപ്പോൾ പത്മോസിൻ്റെ ഏകാന്തതയിൽ താൻ വിട്ടേച്ചു വന്ന സഭയെക്കുറിച്ചുള്ള ഭാരം തൻ്റെ ഹൃദയത്തിൽ വല്ലാതെ വരികയാണ്. എന്താകും എൻ്റെ ആട്ടിൻകൂട്ടം? സ്മിർനയിലും എഫെസോസിലും തുയഥൈരയിലും ഫിലദൽഫിയയിലും ഒക്കെയുള്ള എൻ്റെ സഭയിലെ മക്കൾ, അവരുടെ ജീവിതം എന്താകും എന്നുള്ള ചിന്താഭാരത്താൽ നിറയുന്ന സമയമാണ് പത്മോസിൻ്റെ ഏകാന്തതയുടെ ആദ്യ നാളുകൾ. അവിടുന്ന് സ്വർഗീയ ദർശനം ലഭിക്കുകയാണ്. അപ്പം ഈ 3-ാം അധ്യായം കഴിയുന്നതോടുകൂടെ യോഹന്നാനെ സ്വർഗത്തിൻ്റെ ദർശനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 7 മുദ്രകൾ, 7 സീൽസ്, അങ്ങനെ 7കളുടെ ഒരു 7 എണ്ണമാണ്. അങ്ങനെയാണ് വെളിപാട് പുസ്തകം പുരോഗമിക്കുന്നത്. അപ്പോൾ ഈ 4-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിലെ ദർശനം കാണാൻ തുടങ്ങുന്ന യോഹന്നാൻ 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആ വലിയ വെളിപാട് സ്വീകരിക്കുന്നതും പറയുന്നതും. ഞാൻ വചനഭാഗങ്ങൾ വേണമെങ്കിൽ നമുക്ക് വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ. വെളിപാട് 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. അപ്പോൾ ഇത് സ്വർഗത്തിലാണ് കാണപ്പെട്ടത് എന്നുള്ളതാണ് ഈ മരിയൻ ഡോഗ്മ, സ്വർഗാരോപണം എന്ന ചിന്താഗതിയുടെ അല്ലെങ്കിൽ ആ പഠിപ്പീരിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനം. യോഹന്നാൻ സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെടുകയാണ്. സ്വർഗത്തിൽ ഒരു വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയായി ധരിച്ച ഒരു സ്ത്രീ. ഒരു സ്ത്രീയെ സ്വർഗത്തിൽ കാണുകയാണ്. അതുതന്നെ ഏറ്റവും വിചിത്രമായ ഒരു കാഴ്ചയാണ്. നമ്മൾ പല രൂപങ്ങൾ, പല ഭാവങ്ങൾ സ്വർഗത്തിലുള്ളതിനെ പറ്റി കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. കെരൂബികളുണ്ട് അവിടെ, സാറാഭികളുണ്ട് അവിടെ, സിംഹാസനസ്ഥനായ പിതാവുണ്ട്, പിതാവിൻ്റെ മടിയിൽ പുത്രനുണ്ട്, പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്, അവിടെ രക്തസാക്ഷികളുടെ ആത്മാക്കളുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ഇടം നൽകപ്പെട്ടവളായി, ഒരു പ്രത്യേക സ്ഥാനം നൽകപ്പെട്ടവളായി, ഒരു പ്രത്യേക അടയാളം പോലെ, there was another sign in heaven, ഒരു പ്രത്യേക അടയാളം തന്നെ സ്വർഗത്തിൽ നൽകപ്പെടുകയാണ്. ആ അടയാളത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. സ്വർഗത്തിൽ വലിയ ഒരടയാളം, സാധാരണ ഒരടയാളമല്ല, ഒരു വിശേഷമായ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയായി ധരിച്ച ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. ആ ഉഗ്രസർപ്പത്തിന്, അതിന് 7 തല, 10 കൊമ്പ്, തലകളിൽ 7 കിരീടം. അതിൻ്റെ വാല് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. ഇത് 3 ചിത്രങ്ങൾ ഒറ്റയടിക്ക് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഒന്ന്, സൂര്യനെ ഉടയാടയായി ധരിച്ച, ചന്ദ്രനിൽ ചവിട്ടി നിൽക്കുന്ന, 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ച ഒരു സ്ത്രീ. ആ സ്ത്രീയെ കാണുന്നത് സ്വർഗത്തിലാണ്. ആ സ്ത്രീയെ ഇസ്രായേൽ എന്നായിരുന്നു പെന്തക്കോസ്തുകാരനായിരുന്നു ഞാൻ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത്. ഇസ്രായേൽ, ആ സ്ത്രീ ഇസ്രായേലാണ്, അങ്ങനെയാണ് വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത്. ഒരിക്കലും ആ സ്ത്രീ പരിശുദ്ധ അമ്മയാണെന്ന് ഒരു പെന്തക്കോസ്തക്കാരനും ഉൾക്കൊള്ളത്തില്ല. ഉൾക്കൊണ്ടാൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വസിക്കേണ്ടി വരും. കാരണം ഈ അടയാളം കാണുന്നത് ഭൂമിയിലല്ല, പിന്നെ എവിടെയാണ്? സ്വർഗത്തിലാണ്. അപ്പോൾ ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്ന
വിശ്വാസ സത്യത്തെ ഉൾക്കൊള്ളേണ്ടി വരുന്നത് കൊണ്ട് ഒരിക്കൽ പോലും ഇതിനെ പരിശുദ്ധ അമ്മയാണെന്ന് വിശ്വസിക്കുകയോ അത് പറയുകയോ ചെയ്തിരുന്നില്ല. പിന്നെ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ? ഇത് ഇസ്രായേലിനെ കുറിക്കുന്നു. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ആരാണ്? ഇസ്രായേൽ എന്നാണ്. പക്ഷേ ഇവിടെ 3 കാര്യം ചേർന്ന് വരികയാണ്. 1, ഒരു സ്ത്രീ. 2, ആ സ്ത്രീ പ്രസവിക്കുന്ന ഒരു ആൺകുട്ടി. 3, ആ സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടിയെയും ആ സ്ത്രീയെയും ഉപദ്രവിക്കുവാനായി അതിൻ്റെ തൊട്ടടുക്കലുള്ള ഒരു സർപ്പം. നമുക്ക് ഈ 3 കാര്യം ഒന്ന് കൈ ഉയർത്തി പറഞ്ഞാലോ? കൈ ഉയർത്തി പറഞ്ഞാലോ? ഒരു സ്ത്രീ പ്രസവിക്കുന്ന ഒരു ആൺകുട്ടി, സ്ത്രീയെയും ആൺകുട്ടിയെയും ഉപദ്രവിക്കുവാനായി അടുത്തു വന്നിരിക്കുന്ന ഒരു ഉഗ്രസർപ്പം. ഇതിന് മുമ്പ് ഇത് 3 എവിടെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? സ്ത്രീ, സർപ്പം, സ്ത്രീയുടെ സന്തതി. ഇതിനു മുമ്പ് ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് നന്നായിട്ട് അത് അറിയാൻ തോന്നല്ലേ? ഇതേ 3 കാര്യം ഇതിനു മുമ്പ് കണ്ടത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം എന്ന ആദി മനുഷ്യൻ പാപം ചെയ്ത് അരങ്ങൊഴിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ വീണ്ടെടുപ്പിന്റെ പദ്ധതി വെളിപ്പെടുത്തുകയാണ്. ആ പദ്ധതി വെളിപ്പെടുത്തുമ്പോൾ അവിടെ സർപ്പത്തിന് ശാപമുണ്ട്, അല്ലേ? സ്ത്രീയുണ്ട്, സ്ത്രീ പ്രസവിക്കുന്ന സ്ത്രീയുടെ സന്തതിയുണ്ട്. അപ്പൊ അതേ ചിത്രം ബൈബിളിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ കാണുന്ന അതേ ചിത്രം ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപാടിൽ വീണ്ടും കാണുകയാണ്. വീണ്ടും കണ്ടിട്ട് അതേ യുദ്ധം, ഉൽപ്പത്തിയിൽ നമ്മൾ കണ്ട അതേ യുദ്ധം അവിടെ എന്ത് ചെയ്യാണ്? വെളിപാടിൽ വീണ്ടും നമ്മൾ കാണുകയാണ്. അപ്പൊ എന്താണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം? ശരിക്കും യുദ്ധം ഇവര് 3 പേര് തമ്മിലാണ്. ആരൊക്കെയാണ്? പറഞ്ഞു. സ്ത്രീയുടെ സന്തതി, സ്ത്രീയുടെ സന്തതിയെ, സ്ത്രീയെ ഉപദ്രവിക്കുവാൻ ഒരുങ്ങുന്ന സർപ്പം. ഇതല്ലാതൊരു യുദ്ധം കാലഘട്ടത്തിന്റെ ആരംഭം മുതൽ കാലഘട്ടത്തിന്റെ അവസാനം വരെ ഇല്ല. അപ്പൊ പിശാച് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന 2 വ്യക്തികൾ. അത് 1 സ്ത്രീയുടെ സന്തതിയാണെങ്കിൽ, 2 ആ സന്തതിക്ക് ജന്മം കൊടുത്ത സ്ത്രീയാണ്. ഹല്ലേലൂയ. ഞാൻ ശാന്തമായി മനസ്സിലാക്കുകയായിരുന്നു, എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയിൽ നിന്ന് അകറ്റി നിർത്തിയത് പിശാച് തന്നെയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ മകനായ ഈശോയും ഒരുമിച്ച് നിന്നാണ് സർപ്പത്തോട് പടവെട്ടിയത്. കൈയടിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്ത്രീയെ ഇല്ലാതാക്കണം. സ്ത്രീയെ ഇല്ലാതാക്കിയാൽ സ്ത്രീയുടെ സന്തതിയെ ഇല്ലാതാക്കാം. സ്ത്രീയെ ഇല്ലാതാക്കിയാൽ രക്ഷണ്യ പ്രവൃത്തിയിൽ സ്ത്രീയുടെ സന്തതിയുടെ നിർണായകമായ റോളിൽ നിന്ന് ഓടി രക്ഷപ്പെടാം. അവിടെയാണ് ആ സാത്താന്യ കുടില തന്ത്രത്തെ പരിശുദ്ധ അമ്മ വിവേകം കൊണ്ട് വിജയിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇതിനെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചപ്പാട് ഇതാണ്. 12-ാം അധ്യായം വെളിപാട് പുസ്തകത്തിൽ ഇസ്രായേലിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേലിനെ പറ്റിയാണെന്ന് പറയുമ്പം 3 പ്രശ്നങ്ങൾ അവിടെ വരികയാണ്. ഇസ്രായേൽ ആൺകുട്ടിയെ പ്രസവിച്ചോ? ഇസ്രായേൽ പ്രസവിച്ച ആൺകുട്ടി സകല ജനതതികളെയും ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കാൻ വരുന്ന രാജാവായ ആൺകുട്ടിയാണോ? ഹല്ലേലൂയ. ഇനി ഇസ്രായേൽ എന്ന ആൺകുട്ടിയെ എപ്പോഴാണ്, ഇസ്രായേൽ എന്ന സ്ത്രീയെ എപ്പോഴാണ് പിശാച് ഉപദ്രവിച്ചിട്ടുള്ളത്? ഒരു കാലത്ത് ഇസ്രായേൽ എന്ന ആ സ്ത്രീയെ ഈ പിശാച് ഉപദ്രവിച്ചിട്ടില്ല. പിശാച് ഉപദ്രവിച്ചത് മുഴുവൻ ദൈവജനത്തെയാണ്. ഇസ്രായേലിനോട് ഒരു വിരോധവും പിശാചിനില്ല. അന്നും ഇന്നും ഇസ്രായേലിനോട് ഒരു വിരോധവും പിശാചിനില്ല. പിശാചിന് വിരോധം മുഴുവൻ, സർപ്പത്തിന് പ്രശ്നം മുഴുവൻ ഏതിനോടാണെന്നറിയാമോ? സ്ത്രീയോടും സ്ത്രീ പ്രസവിച്ച ആൺകുട്ടിയോടുമാണ്. കൈയോർത്തി പറഞ്ഞേ ഹല്ലേലൂയ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിശ്വാസ സത്യം വർഷങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയാതെ വന്നത്. എൻ്റെ കണ്ണിനെ ഇതിൽ നിന്നും മറച്ചിരിക്കുകയാണ്. ഞാൻ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ എൻ്റെ കണ്ണിനെ ഇതിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരിക്കൽ പോലും സ്വർഗാരോപണയായ പരിശുദ്ധ അമ്മയെ കാണാൻ കഴിയുന്നില്ല. അമ്മ അവിടെ അമ്മയുടെ രൂപത്തിലല്ല, രാജ്ഞിയുടെ രൂപത്തിലാണ് നിൽക്കുന്നത്. അവൾ വസ്ത്രം തന്നെ സൂര്യനെ പോലെ ശോഭയുള്ളതാണ്. സൂര്യനെയാണ് ഉടയാടയായി ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കി, സൂര്യനിലേക്ക് നോക്കാൻ പോലും നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കഴിയാതിരിക്കുമ്പോഴാണ് സൂര്യനെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നത്. കൈയടിച്ചെന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ. സൂര്യനെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുകയാണ്. ചന്ദ്രനിൽ പാദമുറപ്പിച്ചിരിക്കുകയാണ്. തീർന്നില്ല, അവളുടെ തലയിൽ ഒരു നക്ഷത്രമുണ്ട്, അവളുടെ തലയിൽ ഒരു കിരീടമുണ്ട്. ആ കിരീടത്തിൽ 12 നക്ഷത്രങ്ങളുണ്ട്. 12 ജനതതികളെ, 12 ഗോത്രങ്ങളെ, യാക്കോബിന്റെ മക്കളായ 12 ഇസ്രായേല്യ ഗോത്രങ്ങളെ മുഴുവൻ ആത്മാവിൽ തൻ്റെ ശിരസിൽ സംവഹിക്കുന്നവളായി സ്വർഗത്തിലേക്ക് സ്വർഗാരോപണം ചെയ്ത് സ്വർഗത്തിൽ വിശേഷമായ സ്ഥാനം ലഭിച്ചവളായി നമ്മൾ മറ്റാരെയും കാണുന്നില്ല. ഒറ്റയാളെ നമ്മൾ കാണുകയാണ്. ആരാണത്? പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. അപ്പൊ ഇത് പ്രത്യേകിച്ച് ജൈനീസ് മീഡിയ ആകട്ടെ, ജോയ്സം ബ്രദറും കൂടുതലുള്ള സഹോദരങ്ങൾ ഒരുമിച്ച് ഈ ഒരു 40 മണിക്കൂർ പ്രാർത്ഥനാ യജ്ഞത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം, ഇത് അന്ധകാര ലോകത്തിനെതിരെയുള്ള ഒരു വലിയ യുദ്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്താണ്? അന്ധകാര ലോകത്തിനെതിരെയുള്ള വലിയ യുദ്ധമാണ്. കാരണം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഇതിനെ അത്ര സീരിയസ് ആയിട്ട് എത്ര പേര് കാണുന്നു എന്നറിയില്ല. എനിക്കറിയാം, നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിച്ച് പലരും വളരെ ദീർഘദൂരങ്ങൾ യാത്ര ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, യു ആർ ഇൻ എ സീരിയസ് വാർഫെയർ. നിങ്ങൾ ഒരു യഥാർത്ഥ യുദ്ധമുറയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ 2 കൂട്ടരാണ് നമ്മളെ കാണുന്നത്. ഒന്ന്, അമ്മയുടെയും മകന്റെയും ഒപ്പം നിൽക്കുന്ന ഒരു ജനതതി. അവര് യുദ്ധത്തിന്റെ 1ാം ഗ്രൂപ്പാണ്. 2ാമത്തെ ഒരു ഗ്രൂപ്പാണ് സർപ്പവും സർപ്പത്തോടൊപ്പം നിൽക്കുന്നവരും. ഇത് വ്യക്തമായിട്ട് കാണുക. ഈ കാലഘട്ടത്തെ നിങ്ങൾ വിവേചിക്കുക. ഒന്ന്, അമ്മയോടൊപ്പം നിൽക്കുന്നവർ. ഒന്ന്, പുത്രനൊപ്പം നിൽക്കുന്നവർ. 2ാമത്തെ ഒരു ഗ്രൂപ്പ് നമ്മളിവിടെ കാണുകയാണ്, സർപ്പത്തോടൊപ്പം നിൽക്കുന്നവർ. വലിയ യുദ്ധമാണ്. ഈ യുദ്ധം ഉൽപ്പത്തിയിൽ ആരംഭിച്ചു, പുറപ്പാടിൽ തുടർന്നു, പഴയ നിയമത്തിൽ മുഴുവൻ ഈ യുദ്ധമുണ്ട്. ഈശോ വന്നപ്പോൾ ഈ യുദ്ധമുണ്ട്, ഈശോ ജനിച്ചപ്പോൾ യുദ്ധമുണ്ട്, അവിടുന്ന് മരിച്ചപ്പോൾ യുദ്ധമുണ്ട്, അവിടുത്തെ സ്വർഗാരോഹണത്തിൽ ഈ യുദ്ധമുണ്ട്. നോക്കിയോ, ആ യുദ്ധം അവസാനിച്ചിട്ടില്ല. വെളിപാട് പറഞ്ഞ് പോകുമ്പോ 12ാം അധ്യായത്തിലും ഇപ്പോഴും അവിടെ എന്താണ്? 3 പേർ സജീവമാണ്. ഹല്ലേലൂയ. 3 പേർ സജീവമാണ്. ഏതൊക്കെയാണ് ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു? സ്ത്രീയുണ്ട്, സ്ത്രീയുടെ സന്തതിയുണ്ട്. 2, സ്ത്രീയോടും സ്ത്രീയുടെ സന്തതിയോടും യുദ്ധം ചെയ്യുന്ന പറഞ്ഞു ഒരു സർപ്പമുണ്ട്, ഒരു മഹാസർപ്പമുണ്ട്. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദ ക്വസ്റ്റ്യൻ, ചോദ്യം ഇതാണ്, നീ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട് നിൽക്കുന്നു? രണ്ട് ഗ്രൂപ്പാണ് ഇവിടെ. ഒന്ന്, സ്ത്രീയും സ്ത്രീയുടെ സന്തതിയുമാകുന്ന ഗ്രൂപ്പ്. 2, സർപ്പത്തിന്റെ ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിന്, വിച്ച് ഗ്രൂപ്പ് യു ബിലോങ് ടു? ഏത് ഗ്രൂപ്പിനോടാണ് നീ ചേർന്ന് നിൽക്കുന്നത്? അവിടെയാണ് ആ യുദ്ധം എന്താ നമ്മൾ അറിയുന്നത്. അവിടെയാണ് ആ യുദ്ധത്തിന്റെ മുറകൾ എന്താ നമ്മൾ അറിയുന്നത്. സ്ത്രീയോടും സ്ത്രീയുടെ സന്തതിയോടും ചേർന്ന് നിൽക്കുന്നവർക്ക് എല്ലാ കാലത്തും യുദ്ധമുണ്ട്. പക്ഷേ പരാജയത്തിന്റെ ചരിത്രം കേട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാജയത്തിന്റെ ചരിത്രം കേട്ടിട്ടില്ല. ഇന്നൊരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സകല വിഷയങ്ങളെയും മറന്നായിരിക്കാം ഈ ധ്യാനത്തിലേക്ക് വന്നിരിക്കുന്നത്, ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാം നിങ്ങളുടെ ഭാരത്തെയും മറന്നിട്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരാത്മീക യുദ്ധ
യുദ്ധത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് നന്നായിട്ട് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു പറഞ്ഞ, രാവിലെ നിങ്ങളൊരു ആത്മീക യുദ്ധത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എന്താണ് ഒരു കുഞ്ഞുകളിക്ക് വന്നതല്ലേ ഇവിടെ? ക്രിസ്ത്യാനി വന്ന് കുറച്ചു നേരം ഭക്ഷണം കഴിച്ചേക്കാം, കോട്ടയത്തൊന്ന് വന്നതല്ലേ, കോട്ടയം അയ്യപ്പാസിലൊക്കെ ഒന്ന് കയറി വെച്ച് തിരിച്ചു പോയേക്കാം, അതിനു വേണ്ടി വന്നതല്ല ഇവിടെ. പിന്നെ എന്തിനു വന്നിരിക്കുന്ന? ഒരു വലിയ ആത്മീക യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. പറഞ്ഞോട്ടെ, ഞാനൊരു വലിയ ആത്മീക യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. കൈ ഉയർത്തി ഒന്ന് പറഞ്ഞു, ഞാനൊരു വലിയ. ഈ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് എന്നിലൂടെയും നിങ്ങളുടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്: ഒരു വലിയ ആത്മീക യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. രണ്ട് പാർട്ടിയേ ഉള്ളൂ. ഒന്ന് അമ്മയുടെ സമൂഹവും, രണ്ടാമത്തെ ഗ്രൂപ്പാണ് അത് സർപ്പവും സർപ്പത്തിന്റെ സന്തതികളും. ഹല്ലേലൂയ. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിനക്ക് ചേരാം. ഏതെങ്കിലും ഒരു പാർട്ടി ചേരുന്നോ അത് മറ്റേതിനെതിരാണ്. ഹല്ലേലൂയ. അമ്മയുടെ ഗ്രൂപ്പ് എപ്പോഴും സത്യത്തിന്റെ ഗ്രൂപ്പാണ്. അമ്മയുടെ ഗ്രൂപ്പ് എപ്പോഴും സ്വാതന്ത്ര്യത്തിന്റെ ഗ്രൂപ്പാണ്. അമ്മ എപ്പോഴും നിൽക്കുന്നത് സത്യത്തിന്റെ കൂടെയാണ്. ഹല്ലേലൂയ. സർപ്പവും നോക്കി, അവിടെ വലിയ യുദ്ധമാണ്. നിങ്ങൾ കാണുക, അതിന്റെ കണ്ടോ, സർപ്പം എത്ര ശക്തമാണെന്ന് നോക്കുക. അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പുകളുമുണ്ട്. 10 കൊമ്പുണ്ട്. 7 സാമ്രാജ്യങ്ങളെയാണത് കുറിക്കുന്നത്. 7 സാമ്രാജ്യങ്ങൾ വാണുകൊണ്ടിരുന്നത് 10 പ്രവശ്യകളായിട്ടാണ്. 7ഉം 10ഉം. പിന്നെ നോക്കണം, അതിന്റെ വാൽ ആകാശ നക്ഷത്രങ്ങളിൽ 3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ അവളുടെ മുമ്പിൽ സർപ്പം കാത്തുവന്നു. 12:5 അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കാനാണവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു, സകല ജനപദങ്ങളെയും. ഉറക്കെ പറയണം, ഉച്ചത്തിൽ പറയണം, സകല ജനപദങ്ങളെയും. ഇതാണ് ദൈവരാജ്യം കേട്ടോ. ഇതിലേക്കാണ് ലോകം നീങ്ങുന്നത്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം. ഇതാണ് നമ്മുടെ സ്വപ്നം. ഇതിലേക്കാണ് ഈ പ്രാർത്ഥന പ്രവേശിക്കേണ്ടത്. എന്താണ്? സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. സകല ജനപദങ്ങളെയും. ഇന്നിപ്പം നമ്മൾ പല ജനപദങ്ങളെയാണ് കാണുന്നത്. പക്ഷെ സകല ജനപദങ്ങളെയും ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. ഹല്ലേലൂയ. അതാ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം. ആരാ? അങ്ങാരാ? അതാ ഈ വായിച്ച അങ്ങ്. ആരാ അത്? ഇരുമ്പുകോൽ കൊണ്ട് സകല ജനപദങ്ങളെയും ഭരിക്കുന്ന രാജാവ്. ഹല്ലേലൂയ. അതാരാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. കൈയടിച്ച് സ്വീകരിച്ചേ. ഹല്ലേലൂയ. അവന്റെ ഭരണം വരികയാണ്. അവൻ രാജാവായി വാഴാൻ പോവുകയാണ്. ഇരുട്ടിന്റെ ശക്തികൾക്ക് വാഴാൻ അധികാരമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങൾ ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര മേഖലയിൽ അങ്ങ് ദൂരെ മണിപ്പൂരിൽ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. അത് കാണുക. ഇതെന്താണെന്നറിയോ? ഇത് സ്വർഗത്തിൽ വിശേഷമായ ഒരടയാളം, ഒരു സ്ഥാനം. കറക്റ്റ് അതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ നോക്കിയാൽ ഒരു സ്ഥാനം നൽകപ്പെട്ടെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ ഒരു വിശേഷമായ സ്ഥാനം ലഭിച്ചവളായി നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുകയാണ്. ഹല്ലേലൂയ. ഇരുമ്പുകോൽ കൊണ്ട് സകല ജനപദങ്ങളെയും ഭരിക്കാനും വരികയാണ്. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, അവിടെ നിന്നാണ് ഭരണം നടത്തുന്നത്. പക്ഷേ ആ ഭരണം അമ്മയിൽ നിന്ന് വേർപെട്ടിട്ടല്ല. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുന്നേ. പിന്നീടാണ് നമ്മൾ ആരെ കാണുന്നേ? മകനെ കാണുന്നേ. ആ മകൻ ആരാണ്? ഇരുമ്പുകോൽ കൊണ്ട് സകല ജനപദങ്ങളെയും ഭരിക്കുന്നവനാണ്. അതിന്റെ അർത്ഥം എന്താ? ആധിപത്യങ്ങളും അധികാരങ്ങളും അവന്റെ കീഴിലാണ്. ഒരു ശക്തിക്കും അവന്റെ അധികാരത്തിനെതിരെ നിൽക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ അതൊന്ന് വിശ്വാസത്താൽ സ്വീകരിച്ച് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സാഹചര്യത്തിന്റെ മേലൊന്ന് റിലീസ് ചെയ്ത്, കർത്താവേ അവിടുത്തെ ഭരണം. പറഞ്ഞു, കർത്താവേ അവിടുത്തെ ഭരണം എന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലേക്കും അയക്കണമേ. 2 കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇനിയാണ് നമ്മൾ ആ ചിത്രം ക്ലിയർ ആയിട്ട് കാണേണ്ടത്. അപ്പോഴിതാ ആ മകൻ, അവൾ പ്രസവിച്ച ആ മകൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെ അടുക്കലേക്ക് സംവഹിക്കപ്പെട്ടു. എന്നാൽ ആ സ്ത്രീക്ക് പീഡ തീർന്നില്ല. 6-ാമത്തെ വാക്യം നോക്കൂ. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1160 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വലിയ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. കൈയടിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈയടിച്ച് സ്തുതിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ കണ്ടത്, നമ്മൾ കണ്ടു ആരാണ്? പരിശുദ്ധ അമ്മ, സ്ത്രീ. രണ്ടാമത് നമ്മൾ കണ്ടു സ്ത്രീയുടെ സന്തതി. മൂന്നാമത് നമ്മൾ കണ്ടു ഒരു സർപ്പം. നാലാമത് ആ പിക്ചറിലേക്ക് ആര് വരികയാണ്? ദൂതന്മാര് വരികയാണ്. മീഖായേൽ, ഹല്ലേലൂയ, സെന്റ് മൈക്കിൾ ഇറങ്ങി വരികയാണ്. ദൂതന്മാർ യുദ്ധത്തിനായിട്ട് സഹായിക്കാനായിട്ട് ഇറങ്ങി വരികയാണ്. ഇനി അവർക്കൊരിടം അവിടെ ഇല്ലാത്ത വണ്ണം അവരെ പുറത്താക്കുവാനായി അധികാരിയായിട്ട് വരികയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതൊരു വലിയ യുദ്ധമാണ്. ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല. വെളിപാട് 12 പറയുന്ന യുദ്ധം അവസാനിച്ചിട്ടില്ല. ഈ യുദ്ധം നിന്റെ വീട്ടിലുണ്ട്, ഈ യുദ്ധം എൻ്റെ വീട്ടിലുണ്ട്, ഈ യുദ്ധം നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ദേശത്തുണ്ട്, കോട്ടയത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകരാജ്യങ്ങൾ എല്ലായിടത്തുമുണ്ട് ഈ യുദ്ധം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ യുദ്ധത്തിൽ 3 പേർ ഒരുമിക്കുകയാണ്. ഒന്ന്, സ്ത്രീയുണ്ട്, സ്ത്രീയുടെ സന്തതിയുണ്ട്. 3, മാലാഖമാരുടെ വലിയ സൈന്യമുണ്ട്. ഹല്ലേലൂയ. അവരോട് ചേർന്ന് നിന്നാണ് നീ യുദ്ധം ചെയ്യുന്നത്. നിന്റെ യുദ്ധം വ്യത്യസ്തമാകാം, പക്ഷെ നിന്നോടൊപ്പം പരിശുദ്ധ അമ്മയുണ്ട്. പറഞ്ഞു, പരിശുദ്ധ അമ്മയുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രിയമകനായ ഈശോയുണ്ട്. ഹല്ലേലൂയ. ദൂതന്മാരുടെ വലിയ സമൂഹമുണ്ട്. എവിടെ ചെന്ന് നിന്നാലും നിൽക്കുന്ന ഇടത്ത് നീ ജയാളിയാകുന്നതിന് കാരണം ഇപ്പോൾ തന്നെ കൈയുയർത്തി വിളിച്ചു പറഞ്ഞു, എന്നോടൊപ്പം പരിശുദ്ധ അമ്മയുണ്ട്. സൈന്യങ്ങളുടെ റാണിയായ പരിശുദ്ധ അമ്മയുണ്ട്. ദൂതന്മാരുടെ സമൂഹമുണ്ട്. കുരിശിൽ ജയാളിയായ കർത്താവുണ്ട്. കൈയുയർത്തി വിളിച്ചു പറഞ്ഞേ, എനിക്ക് വിജയമുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യുദ്ധങ്ങൾ നടക്കട്ടെ, യുദ്ധങ്ങൾ നടക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങള് കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ മേലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം എൻ്റെ കൂടെ ഉള്ള ലീഡേഴ്സിനെ മുഴുവൻ എനിക്ക് ഈ സത്യവിശ്വാസം കൺവിൻസ് ചെയ്യണമായിരുന്നു. എനിക്ക് അവരാരെയും നഷ്ടപ്പെടുത്താൻ കഴിയില്ല. വർഷങ്ങളായിട്ട് ലോകം മുഴുവൻ ഞങ്ങൾ ചെയ്തു വന്നുകൊണ്ടിരുന്ന ശുശ്രൂഷകള്. അപ്പൊ അവരെ ആരെയും നഷ്ടപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെ മരിയോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മരിയശാസ്ത്രമൊക്കെ പഠിപ്പിച്ച് സഭയുടെ സത്യങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പലരും 20-30 വർഷങ്ങളൊക്കെ ആയിട്ട് പെന്തക്കോസ്ത് പാസ്റ്റർമാരായിട്ട് ഓടിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ വലിയ പാടാണ് അവർക്കിത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങളിങ്ങനെ ലിവിങ് റൂമിൽ ഇരുന്ന് ഞാനും ജോസച്ചായനും കൂടെ ഇങ്ങനെ മരിയാശാസ്ത്രത്തെക്കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ ആ റൂമിലേക്ക് ഒരു വലിയ പരിമളം ഇറങ്ങി വന്നു. നോക്കണം, ഞാൻ ആ സമയത്ത് ഇത് ഹാഫ് പോലും വിശ്വസിക്കുന്നില്ല. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ പകുതി പോലും വിശ്വസിക്കുന്നില്ല. കാരണം ഞാനിങ്ങനെ 4 വർഷം എടുത്ത് പഠിച്ച് വരുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായ അത്രയും കാര്യം ഞാൻ ജോസാനെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ലീഡേഴ്സിനെ ഓരോരുത്തരെ വീട്ടിൽ വിളിച്ചിരുത്തി ക്ലാസ് കൊടുക്കുക. കാരണം ഓൾ ഓഫ് എ സഡൻ നമ്മൾ സഭയിലേക്ക് വരുമ്പോൾ ഇവരെ ആരെയും എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുകയില്ല. വളരെ വിശ്വസ്തരായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായത്. അപ്പോൾ ഈ മുറിയിലേക്ക് ഒരു പരിമളം ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇരിക്കുന്ന ആ സെറ്റിയിൽ ഇരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ
ശാന്തമായിട്ട് പരിശുദ്ധ അമ്മയുടെ ലാളനം അനുഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ! ഒരു മാതൃ ലാളനം അത് അനുഭവിക്കാൻ തുടങ്ങി. പിന്നീട് അധികം ഒന്നും പഠിപ്പിക്കേണ്ടി വന്നില്ല. അവർക്ക് ഓരോരുത്തർക്കും കൺവിൻസ് ചെയ്തു. പരിശുദ്ധാത്മാവ് തന്നെ, ഇല്ല, ഇതാണ് സത്യം. ഹല്ലേലൂയ! ഇതാണ് സത്യം. ഹല്ലേലൂയ! കൊന്ത ഒരു ബന്ധനം എന്ന് പറഞ്ഞ ആള് കുറഞ്ഞത് ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും കൊന്തയൊല്ലാൻ തുടങ്ങി. അത്രയ്ക്ക് ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റി മറിച്ചത് എങ്ങനെയാണെന്നറിയാമോ? പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രസംഗത്തിലല്ല, പരിശുദ്ധ അമ്മ വന്ന് ഇടപെടുന്ന അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ! അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഒരു വാടക ഗർഭപാത്രത്തെ ഉപയോഗിച്ച് തള്ളുന്നത് പോലെ കർത്താവായ യേശുവിന് ഭൂമി വരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ആരെങ്കിലും പിടിച്ച് ജന്മം കൊടുത്ത് നോ അങ്ങനെയൊന്നും അല്ല. ഇത് കൃത്യമായ വ്യക്തമായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ സംഭവിച്ചതാണെന്ന് മനസ്സിലായ നിമിഷമുണ്ടല്ലോ, അമ്മയുടെ ലാളനം അനുഭവിക്കാനായിട്ട് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ! 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 എന്താ സംഭവിച്ചതെന്നറിയോ? എനിക്ക് യുദ്ധക്കളം മനസ്സിലായി. അമ്മ ഓരോ സ്ഥലത്തും എനിക്ക് വേണ്ടി യുദ്ധത്തിന് ഈശോയോടൊപ്പം മാലാഖമാരോടൊപ്പം സന്നിഹിതമാകുന്നുണ്ടെന്ന് മനസ്സിലായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നും ആ തിരിച്ചറിവില്ല എങ്കിൽ ഇപ്പോഴാ തിരിച്ചറിവിലേക്ക് പ്രവേശിച്ചോ. ഇങ്ങനെ ഒന്ന് കൈ ഉയർത്തി പറയും, എന്നോടൊപ്പം എൻ്റെ പോർക്കളത്തിൽ എന്നോടൊപ്പം സൈന്യങ്ങളുടെ റാണിയായ പരിശുദ്ധ അമ്മയുണ്ട്, ദൈവപുത്രനായ യേശുവുണ്ട്, മാലാഖമാരുണ്ട്, പട വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആര് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ തോറ്റുപോകത്തില്ല. കൈ ഉയർത്തി പറഞ്ഞു, ഞാൻ തോറ്റുപോകത്തില്ല. പരാജയം കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നാലും ഞാൻ തോൽക്കത്തില്ല. എന്നോടൊപ്പം പരിശുദ്ധ അമ്മയുണ്ട്, അമ്മയുടെ മകനുണ്ട്, സ്വർഗീയ സൈന്യം മുഴുവനുണ്ട്. ഹല്ലേലൂയ! യേശുവേ, യേശുവേ, യേശുവേ! വിളിച്ചോ, വായി തുറന്നൊന്ന് വിളിച്ചോ. ഇപ്പോൾ ചില യുദ്ധങ്ങൾ നടക്കുകയാണ്. ഹല്ലേലൂയ! 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 തുടങ്ങട്ടെ. യുദ്ധങ്ങൾ തുടങ്ങട്ടെ. സ്പിരിച്വൽ വാർഫെയറുകൾ ആരംഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഓ കർത്താവേ, ഇപ്പോൾ തന്നെ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ! ഹല്ലേലൂയ! മാലാഖ ഇടപെട്ടു. അമ്മയ്ക്കെതിരെയും മകനെതിരെയും നിൽക്കുന്ന ആർക്കും നേരെ സ്വർഗത്തിൽ നിന്നൊരു സൈന്യം എഴുന്നേൽക്കും. ആ സൈന്യം പടവെട്ടി. ഹല്ലേലൂയ! അവരുടെ സ്ഥലം പിന്നെ സ്വർഗത്തിൽ കാണപ്പെട്ടതേയില്ല. അവരുടെ സ്ഥലം പിന്നെ സ്വർഗത്തിൽ കാണപ്പെട്ടതേയില്ല. ഹല്ലേലൂയ! അപ്പൊ നിങ്ങൾക്ക് ഈ ടീം മനസ്സിലായോ? ടീം ഏതൊക്കെയാന്ന് മനസ്സിലായോ? 1, പരിശുദ്ധ അമ്മയാണ്. 2, ഇരുമ്പ് കോൽ കൊണ്ട് സകല ജനപദങ്ങളെയും ഭരിക്കുന്ന ആരാണ്? ദൈവപുത്രനായ യേശുവാണ്. 3-ാമത്തേത് സൈന്യങ്ങളുടെ ഒരു വലിയ മാലാഖമാരുടെ ഒരു വലിയ സൈന്യമാണ്. ഹല്ലേലൂയ! അപ്പൊ ഇന്ന് കുറഞ്ഞ പക്ഷം നീ നിന്റെ വാഹനവുമായി യാത്ര ചെയ്യുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന, പുത്രന്റെ വിജയത്തിന്റെ ശക്തി, പിന്നെ മാലാഖമാരുടെ ഇപ്പൊ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇവിടെ അത് സന്നിഹിതമാണ്. ഒന്ന് വിളിച്ചോ, യേശുവേ! അതിപ്പോ ഒരു സാധാരണക്കാരി ഇവിടെ നിന്നുകൊണ്ട് വിശ്വസിക്കുകയാണ്, ഇങ്ങനെ വലിയ സംരക്ഷണം ഉണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്ന ഈ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഇന്ന് ഇവിടെ സൗഖ്യമായേ പറ്റൂ. ഹല്ലേലൂയ! 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 നീ അത് പറഞ്ഞാൽ അതിവിടെ സൗഖ്യമായേ പറ്റൂ. ആ ഓപ്പറേഷൻ അവിടെ ക്യാൻസൽ ആയേ പറ്റൂ. കാരണം ഇതാണ് ഏറ്റവും വലിയ സ്വർഗീയ സംരക്ഷണം. ഓ ഹല്ലേലൂയ! ഹല്ലേലൂയ!
അതായത് ഒരു സാധാരണ വ്യക്തി വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇടതുകരം രോഗമുള്ളിടത്തേക്ക് വെച്ചുകൊണ്ട് പറയുകയാണ്, പരിശുദ്ധ അമ്മ എന്നോടൊപ്പമുണ്ട്, പിന്നെ പരിശുദ്ധ അമ്മ എന്നോടൊപ്പമുണ്ട്, പിന്നെ അമ്മ പ്രസവിച്ച മകൻ എന്നോടൊപ്പമുണ്ട്, അമ്മയോടും മകനോടും ഒപ്പമുള്ള സ്വർഗീയ സൈന്യം എന്നോടൊപ്പമുണ്ട്, ഞങ്ങൾ ജയാളികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്ന് പറഞ്ഞു തുടങ്ങിക്ക് അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഇതൊന്ന് പറഞ്ഞു തുടങ്ങിക്ക് അവിടെ അതിശയങ്ങൾ നടക്കും. അതിനാരും വന്ന് കൈവെക്കേണ്ട പോലും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കൈയെടുത്ത് വെച്ചാൽ മതി. ഈ സന്നാഹത്തെ ഒന്ന് കണ്ട് നമ്മൾ വിശ്വസിച്ച് സ്വീകരിച്ച് ആ വിജയത്തെ പ്രാപിക്കാനുള്ള സമയമാ. കൈയടിച്ചൊന്ന് വിളിച്ച് യേശുവേ. ആരംഭിക്കുകയാണ് 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 ആരംഭിക്കുകയാണ്. ഹാല 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 ഹാല. യേശുവേ യേശുവേ യേശുവേ. വിളിച്ചോ വിളിച്ചോ വിളിച്ചോ. പോർക്കളം സജ്ജമായി കഴിഞ്ഞു. യുദ്ധക്കളം സജ്ജമായി കഴിഞ്ഞു. അമ്മ എഴുന്നേൽക്കുന്നു. മകൻ നിനക്ക് വേണ്ടി ചലിക്കുന്നു. ഇതാ സൈന്യം തന്നെ നിനക്ക് വേണ്ടി പാളയം ഇറങ്ങിക്കഴിഞ്ഞു.